ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന തിരുവചന ഭാഗം ന്യായാധിപന്മാരുടെ പുസ്തകം 21-ാം അധ്യായമാണ്. ഇത് ഒറ്റ ശീർഷകത്തിലാണ് പോകുന്നത്. ശീർഷകം ബെഞ്ചമിൻ്റെ നിലനിൽപ്പ് എന്നതാണ്. ഇതിലാകെ 25 വാക്യങ്ങളാണ് ഉള്ളത്. അപ്പം 21-ാം അധ്യായത്തിൽ 25 വാക്യങ്ങളാണ് ഉള്ളത്. ഹെഡിങ് ബെഞ്ചമിൻ്റെ നിലനിൽപ്പ് എന്നാണ്. 21:1 ഇസ്രായേൽക്കാർ മിസ്പായിൽ ഒന്നിച്ചുകൂടി ശപഥം ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മിൽ ആരും നമ്മുടെ പെൺകുട്ടികളെ ബെഞ്ചമിൻ ഗോത്രക്കാർക്ക് വിവാഹം ചെയ്തു കൊടുക്കുകയില്ല എന്ന്. അപ്പോൾ ആരാണ് മിസ്പായിൽ ഒന്നിച്ചുകൂടി ശപഥം ചെയ്തത്? ഇസ്രായേൽക്കാർ എവിടെ ഒന്നിച്ചുകൂടിയ ശപഥം ചെയ്തത്? മിസ്പായിൽ. ഇസ്രായേൽക്കാർ മിസ്പായിൽ ഒന്നിച്ചുകൂടി എന്താ ചെയ്തത്? ശപഥം. ഇസ്രായേൽക്കാർ മിസ്പായിൽ ഒന്നിച്ചുകൂടി ശപഥം ചെയ്തത് എന്താ? നമ്മിൽ ആരും നമ്മുടെ പെൺകുട്ടികളെ ബെഞ്ചമിൻ ഗോത്രക്കാർക്ക് വിവാഹം ചെയ്തു കൊടുക്കുകയില്ല എന്ന്. ഇസ്രായേൽക്കാർ അവരുടെ പെൺകുട്ടികളെ ഏത് ഗോത്രക്കാർക്ക് വിവാഹം ചെയ്തു കൊടുക്കുകയില്ല എന്ന് പറഞ്ഞത്? ബെഞ്ചമിൻ ഗോത്രക്കാർക്ക്. അപ്പം ഇസ്രായേൽക്കാർ മിസ്പായിൽ ഒന്നിച്ചുകൂടി ശപഥം ചെയ്തു എന്നതാണ്, നമ്മിൽ ആരും നമ്മുടെ പെൺകുട്ടികളെ ബെഞ്ചമിൻ ഗോത്രക്കാർക്ക് വിവാഹം ചെയ്തു കൊടുക്കുകയില്ല എന്ന്. 21:1 ഇസ്രായേൽക്കാർ മിസ്പായിൽ ഒന്നിച്ചുകൂടി ശപഥം ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മിൽ ആരും നമ്മുടെ പെൺകുട്ടികളെ ബെഞ്ചമിൻ ഗോത്രക്കാർക്ക് വിവാഹം ചെയ്തു കൊടുക്കുകയില്ല. 21:2 അവർ ബഥേരി വന്ന് സായാഹ്നം വരെ ദൈവസന്നിധി ഉച്ചത്തിൽ കയ്പോടെ കരഞ്ഞു. അപ്പോൾ അവർ എവിടെ വന്ന് കരഞ്ഞത്? ബഥേരി വന്ന് എപ്പോൾ വരെ? സായാഹ്നം വരെ. അവർ ബഥേരി വന്ന് സായാഹ്നം വരെ എവിടെ? ദൈവസന്നിധി ഉച്ചത്തിൽ കയ്പോടെ കരഞ്ഞു. എങ്ങനെ കരഞ്ഞത്? ഉച്ചത്തിലാണ് കരഞ്ഞത്, കയ്പോടെയാണ് കരഞ്ഞത്. എവിടെ? ദൈവസന്നിധി. അപ്പോൾ അവർ ബഥേരി വന്ന് സായാഹ്നം വരെ ദൈവസന്നിധി ഉച്ചത്തിൽ കയ്പോടെ കരഞ്ഞു. 21:2 അവർ ബഥേരി വന്നു സായാഹ്നം വരെ ദൈവസന്നിധി ഉച്ചത്തിൽ കയ്പോടെ കരഞ്ഞു. 21:3 ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവേ, ഇസ്രായേലിൽ ഒരു ഗോത്രം ഇല്ലാതാകത്തക്കവണ്ണം ഈ നാശം വന്ന് ഭവിച്ചത് എന്തുകൊണ്ട്? അപ്പം അവർ എന്തു പറഞ്ഞത് കരഞ്ഞത്? ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവേ, ഇസ്രായേലിൽ ഒരു ഗോത്രം ഇല്ലാതാകത്തക്കവണ്ണം ഈ നാശം വന്ന് ഭവിച്ചത് എന്തുകൊണ്ട്? കാരണം ഇവർ തീരുമാനമെടുത്തായിരുന്നു ബെഞ്ചമിൻ ഗോത്രക്കാർക്ക് തങ്ങളുടെ മക്കളെ ആരും വിവാഹം ചെയ്ത് കൊടുക്കുകയില്ല എന്ന്. അപ്പോൾ അങ്ങനെ വിവാഹം ചെയ്ത് കൊടുത്തില്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്? ആ ഗോത്രം അന്യം നിന്ന് പോകും. അതുകൊണ്ടാണ് അവരിങ്ങനെ കരയുന്നത്. എന്താണ് ദൈവത്തെ അഭിസംബോധന ചെയ്തത്? ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് എന്നാണ് അവർ അഭിസംബോധന ചെയ്യുന്നത്. അപ്പം പിന്നെ ചോദിക്കുകയാണ്, ഇസ്രായേലിൽ ഒരു ഗോത്രം ഇല്ലാതാകത്തക്കവണ്ണം ഈ നാശം വന്നു ഭവിച്ചത് എന്തുകൊണ്ട്? 21:3 ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവേ, ഇസ്രായേലിൽ ഒരു ഗോത്രം ഇല്ലാതാകത്തക്കവണ്ണം ഈ നാശം വന്നു ഭവിച്ചത് എന്തുകൊണ്ട്? 21:4 ജനം പിറ്റേ ദിവസം പുലർച്ചയ്ക്ക് ഒരു ബലിപീഠം നിർമ്മിച്ച് അതിൽ ദഹനബലികളും സമാധാന ബലികളും അർപ്പിച്ചു. അപ്പോൾ പിറ്റേ ദിവസം ജനം പുലർച്ചയ്ക്ക് എന്താ ചെയ്തത്? ഒരു ബലിപീഠം നിർമ്മിച്ചു, അവിടെ ദഹനബലികളും സമാധാന ബലികളും അർപ്പിച്ചു. അപ്പോൾ ഏതൊക്കെ ബലികളാണ് അർപ്പിച്ചത്? ദഹനബലികളും സമാധാന ബലികളുമാണ് അർപ്പിച്ചത്. എപ്പോഴാണ്? പുലർച്ചയ്ക്ക്. അപ്പോൾ 21:4 ജനം പിറ്റേ ദിവസം പുലർച്ചയ്ക്ക് ഒരു ബലിപീഠം നിർമ്മിച്ച് അതിൽ ദഹനബലികളും സമാധാന ബലികളും അർപ്പിച്ചു. 21:5 കർത്താവിന് മുൻപിൽ സമ്മേളിക്കാത്ത ഗോത്രം ഏതെന്ന് ഇസ്രായേൽക്കാർ തിരക്കി. മിസ്പായിൽ കർത്താവിൻ്റെ മുൻപാകെ വരാത്തവനെ കൊന്നുകളയണമെന്ന് അവർ ദൃഢപ്രതിജ്ഞ ചെയ്തിരുന്നു. അപ്പോൾ കർത്താവിന് മുമ്പിൽ സമ്മേളിക്കാത്ത ഗോത്രം ഏതെന്ന് ഇസ്രായേൽ തിരക്കി. ഏതൊരു ഗോത്രം കർത്താവിന് മുമ്പിൽ സമ്മേളിച്ചില്ലായിരുന്നു, ആ ഗോത്രം ഏതെന്ന് ഇവർ അന്വേഷിക്കുകയാണ്. എവിടെയാണ് കർത്താവിന് മുമ്പാകെ വരാത്തത്? മിസ്പായിൽ കർത്താവിന് മുമ്പാകെ വരാത്തത് എന്ത് ചെയ്യണമെന്ന് ഇവർ തീരുമാനം എടുത്ത്, അല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ദൃഢപ്രതിജ്ഞ എടുത്തത്? കൊന്നുകളയണമെന്ന് എന്ത് ചെയ്ത്? ദൃഢപ്രതിജ്ഞ എടുത്തു. അപ്പോൾ 21:5 കർത്താവിന് മുൻപിൽ സമ്മേളിക്കാത്ത ഗോത്രം ഏതെന്ന് ഇസ്രായേൽക്കാർ തിരക്കി. മിസ്പായിൽ കർത്താവിന് മുൻപാകെ വരാത്തവനെ കൊന്നുകളയണമെന്ന് അവർ ദൃഢപ്രതിജ്ഞ ചെയ്തിരുന്നു. 21:6 തങ്ങളുടെ സഹോദര ഗോത്രമായ ബെഞ്ചമിനോട് ഇസ്രായേലിന് അനുകമ്പ തോന്നി. അവർ പറഞ്ഞു, ഇസ്രായേലിൽ ഒരു ഗോത്രം ഇന്ന് അറ്റുപോയിരിക്കുന്നു. അപ്പം സഹോദരനായ ബെഞ്ചമിനോട് ഇസ്രായേലിന് എന്ത് തോന്നി? അനുകമ്പ തോന്നുകയാണ്. അവരെന്താ പറഞ്ഞത്? ഇസ്രായേലിൽ ഒരു ഗോത്രം ഇന്ന് അറ്റുപോയിരിക്കുന്നത്. ഏത് ഗോത്രമാണ്? ബെഞ്ചമിൻ ഗോത്രം. അപ്പോൾ തങ്ങളുടെ സഹോദര ഗോത്രമായ ബെഞ്ചമിനോട് അവർക്ക് അനുകമ്പ തോന്നുകയാണ്. അവർ പറയുകയാണ്, ഇസ്രായേലിൽ ഒരു ഗോത്രം ഇന്ന് അറ്റുപോയിരിക്കുന്നു. 21:6 തങ്ങളുടെ സഹോദര ഗോത്രമായ ബെഞ്ചമിനോട് ഇസ്രായേലിന് അനുകമ്പ തോന്നി. അവർ പറഞ്ഞു, ഇസ്രായേലിൽ ഒരു ഗോത്രം ഇന്ന് അറ്റുപോയിരിക്കുന്നു. 21:7
ശേഷിച്ചിരിക്കുന്ന ബെഞ്ചമിൻ വംശജർക്ക് ഭാര്യമാരെ ലഭിക്കാൻ നാം എന്തു ചെയ്യണം? നമ്മുടെ പുത്രിമാരെ അവർക്ക് ഭാര്യമാരായി കൊടുക്കുകയില്ല എന്ന് കർത്താവിന് മുൻപായി നാം ശപഥം ചെയ്തു പോയല്ലോ. അപ്പോൾ അവർ ചിന്തിക്കുകയാണ്, നമ്മൾ ബെഞ്ചമിൻ ഗോത്രം അറ്റുപോകാതിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് ഭാര്യമാരെ ലഭിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? കാരണം ഇവർ തീരുമാനമെടുത്തായിരുന്നു, ഇസ്രായേൽ പുത്രിമാരെ ബെഞ്ചമിൻകാർക്ക് ഭാര്യമാരെ കൊടുക്കുകയില്ല എന്ന് ശപഥം ചെയ്തിരുന്നു. അതുകൊണ്ട് ഇനി എന്ത് ചെയ്യണമെന്ന് അവർ ചിന്തിക്കുകയാണ്. അപ്പം 21:7 ശേഷിച്ചിരിക്കുന്ന ബെഞ്ചമിൻ വംശജർക്ക് ഭാര്യമാരെ ലഭിക്കാൻ നാം എന്ത് ചെയ്യണം? നമ്മുടെ പുത്രിമാരെ അവർക്ക് ഭാര്യമാരെ കൊടുക്കുകയില്ല എന്ന് കർത്താവിൻ്റെ മുൻപിൽ നാം ശപഥം ചെയ്തു പോയല്ലോ. 21:8 മിസ്പായിൽ കർത്താവിൻ്റെ സന്നിധി വരാത്ത ഏതെങ്കിലും ഇസ്രായേൽ ഗോത്രമുണ്ടോ എന്ന് അവർ തിരക്കി. യാബേഷ് ഗിലിയാദിൽ നിന്ന് ആരും സമ്മേളനത്തിന് സന്നിഹിതരായിരുന്നില്ല. അപ്പോൾ മിസ്പായിൽ കർത്താവിൻ്റെ സന്നിധിയിൽ ഏതെങ്കിലും ഗോത്രം വരാത്തവരുണ്ടോ എന്നവർ നോക്കുകയാണ്. എവിടെയാണ്? മിസ്പായിൽ, ആരുടെ സന്നിധിയിലാണ്? കർത്താവിൻ്റെ സന്നിധിയിൽ വരാത്ത ഏതെങ്കിലും ഗോത്രമുണ്ടോ എന്ന് അവർ തിരക്കിയപ്പോൾ എവിടെ നിന്നാണ് ആരും സമ്മേളനത്തിന് സന്നിഹിതരാകാതിരുന്നത്? യാബേഷ് ഗിലിയാദിൽ നിന്ന്. യാബേഷ് ഗിലിയാദിൽ നിന്ന് ആരും സമ്മേളനത്തിന് സന്നിഹിതരായിരുന്നില്ല. 21:8 മിസ്പായിൽ കർത്താവിൻ്റെ സന്നിധി വരാത്ത ഏതെങ്കിലും ഇസ്രായേൽ ഗോത്രമുണ്ടോ എന്ന് അവർ തിരക്കി. യാബേഷ് ഗിലിയാദിൽ നിന്ന് ആരും സമ്മേളനത്തിന് സന്നിഹിതരായിരുന്നില്ല. 21:9 ജനത്തെ എണ്ണ തിട്ടപ്പെടുത്തിയപ്പോൾ യാബേഷ് ഗിലിയാദിലെ നിവാസികളിൽ ഒരുവൻ പോലും അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ യാബേഷ് ഗിലിയാദിലെ നിവാസികളിൽ ഒരുവൻ പോലും അവിടെ ഉണ്ടായിരുന്നില്ലെന്ന് മനസ്സിലാക്കിയത് എപ്പോഴാണ്? ജനത്തെ എണ്ണ തിട്ടപ്പെടുത്തിയപ്പോൾ ആരാണ് അവിടെ ഉണ്ടായിരുന്നില്ലെന്ന് അറിഞ്ഞത്? യാബേഷ് ഗിലിയാദിലെ നിവാസികളിൽ ഒരുവൻ പോലും അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് ജനത്തെ തിട്ടപ്പെടുത്തിയപ്പോൾ, അല്ലെ എണ്ണി തിട്ടപ്പെടുത്തിയപ്പോൾ അവരറിയുകയാണ്. 21:9 ജനത്തെ എണ്ണി തിട്ടപ്പെടുത്തിയപ്പോൾ യാബേഷ് ഗിലിയാദിലെ നിവാസികളിൽ ഒരുവൻ പോലും അവിടെ ഉണ്ടായിരുന്നില്ല. 21:10 അതുകൊണ്ട് ആ സമൂഹം യുദ്ധവീരന്മാരായ 12,000 ആളുകളെ അവിടേക്ക് നിയോഗിച്ചുകൊണ്ട് കൽപ്പിച്ചു. സ്ത്രീകളും കുഞ്ഞുങ്ങളും അടക്കം യാബേഷ് ഗിലിയാദിലെ നിവാസികളെ വാളിനിരയാക്കുക. അന്നേരം എന്താണ് അവർ തീരുമാനിച്ചത്? ആ സമൂഹം അവരെന്ത് ചെയ്തു? യുദ്ധവീരന്മാരായ 12,000 ആളുകളെ അവിടേക്ക് നിയോഗിച്ചുകൊണ്ട് കൽപ്പിച്ചു. എത്ര ആളുകളെയാണ്? 12,000 ആളുകളെയാണ് നിയോഗിച്ചത്. അത് എങ്ങനെയുള്ളവരായിരുന്നു? യുദ്ധവീരന്മാരായിരുന്നു. അങ്ങനെയായിട്ടുള്ള 12,000 ആളുകളെ അവിടേക്ക് നിയോഗിച്ചുകൊണ്ട് കൽപ്പിച്ചത് എന്താണ്? സ്ത്രീകളും കുഞ്ഞുങ്ങളും അടക്കം യാബേഷ് ഗിലിയാദിലെ നിവാസികളെ വാളിന് ഇരയാക്കാനായിട്ട്. 21:10 അതുകൊണ്ട് ആ സമൂഹം യുദ്ധവീരന്മാരായ 12,000 ആളുകളെ അവിടേക്ക് നിയോഗിച്ചുകൊണ്ട് കൽപ്പിച്ചു. സ്ത്രീകളും കുഞ്ഞുങ്ങളും അടക്കം യാബേഷ് ഗിലിയാദിലെ നിവാസികളെ വാളിനിരയാക്കുക. 21:11 ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. എല്ലാ പുരുഷന്മാരെയും പുരുഷനോടുകൂടെ ശയിച്ചിട്ടുള്ള എല്ലാ സ്ത്രീകളെയും നശിപ്പിച്ചു കളയണം. യാബേഷ് ഗിലിയാദ് നിവാസികളിൽ പുരുഷനെ അറിഞ്ഞിട്ടില്ലാത്ത 400 കന്യകമാർ ഉണ്ടായിരുന്നു. അപ്പം എന്താ ചെയ്തത്? എല്ലാ പുരുഷന്മാരെയും നശിപ്പിച്ചു കളഞ്ഞു. അതുപോലെ പുരുഷനോട് ശയിച്ചിട്ടുള്ള എല്ലാ സ്ത്രീകളെയും എന്ന് പറഞ്ഞാൽ വിവാഹം കഴിഞ്ഞ് എല്ലാവരും നശിപ്പിച്ച് കളഞ്ഞു. അങ്ങനെ വന്നപ്പോൾ പുരുഷനെ അറിഞ്ഞിട്ടില്ലാത്ത 400 കന്യകമാർ ഉണ്ടായിരുന്നു. കല്യാണം കഴിഞ്ഞ സ്ത്രീകളെയും വിവാഹം ചെയ്തും ചെയ്യാത്തതുമായ എല്ലാ പുരുഷന്മാരെയും ഇവർ നശിപ്പിച്ച് കളഞ്ഞപ്പോൾ മിച്ചം 400 കന്യകമാർ ഈ യാബേഷ് ഗിലിയാദ് നിവാസികളിൽ ഉണ്ടായിരുന്നു. 21:11 ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. എല്ലാ പുരുഷന്മാരെയും പുരുഷനോടുകൂടി ശയിച്ചിട്ടുള്ള എല്ലാ സ്ത്രീകളെയും നശിപ്പിച്ച് കളയണം. യാബേഷ് ഗിലിയാദ് നിവാസികളിൽ പുരുഷനെ അറിഞ്ഞിട്ടില്ലാത്ത 400 കന്യകമാർ ഉണ്ടായിരുന്നു. 21:12 അവരെ കാനാൻ ദേശത്ത് ഷീലോയിലെ പാളയത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. അവരെ എന്ത് ചെയ്തു? അവർ കാനാൻ ദേശത്തിലേക്ക്, എവിടെയാ? ഷീലോയിലെ പാളയത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. എന്നാൽ പുരുഷനെ അറിഞ്ഞിട്ടില്ലാത്ത 400 കന്യകമാരെ കാനാൻ ദേശത്ത് ഷീലോയിലെ പാളയത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. 21:12 അവരെ കാനാൻ ദേശത്ത് ഷീലോയിലെ പാളയത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. 21:13 അപ്പോൾ സമൂഹം മുഴുവൻ ഒന്നു ചേർന്ന് റിമ്മോൻ പാറയിൽ താമസിച്ചിരുന്ന ബെഞ്ചമിൻ ഗോത്രക്കാരുടെ അടുക്കൽ ആളയച്ച് സമാധാന പ്രഖ്യാപനം നടത്തി. ആരാണ് സമാധാന പ്രഖ്യാപനം നടത്തിയത്? സമൂഹം ഒരു ഒന്നു ചേർന്ന്. എവിടെ താമസിച്ചിരുന്ന? ബെഞ്ചമിൻ ഗോത്രക്കാരുടെ അടുക്കലാണ്. റിമ്മോൻ പാറയിൽ താമസിച്ചിരുന്ന ബെഞ്ചമിൻ ഗോത്രക്കാരുടെ അടുക്കൽ ആളയച്ച് എന്ത് നടത്തി? സമാധാന പ്രഖ്യാപനം നടത്തി. 21:13 അപ്പോൾ സമൂഹം മുഴുവൻ ഒന്നു ചേർന്ന് റിമ്മോൻ പാറയിൽ താമസിച്ചിരുന്ന ബെഞ്ചമിൻ ഗോത്രക്കാരുടെ അടുക്കൽ ആളയച്ച് സമാധാന പ്രഖ്യാപനം നടത്തി. 21:14 ബെഞ്ചമിൻ ഗോത്രക്കാർ തിരിച്ചു വന്നു.
യാബേഷ് ഗിലിയാദിൽ നിന്ന് ജീവനോടെ രക്ഷിച്ച ആ സ്ത്രീകളെ അവർക്ക് ഭാര്യമാരായി കൊടുത്തു. എന്നാൽ എല്ലാവർക്കും തികഞ്ഞില്ല. അങ്ങനെ ബെഞ്ചമിൻ ഗോത്രക്കാരെ റിമ്മോൺ പാറയിൽ താമസിച്ചിരുന്ന ബെഞ്ചമിൻ ഗോത്രക്കാർ തിരിച്ചു വന്നു. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, പുരുഷന്മാരെ കൊന്നു അവിടെ നിന്ന് കൊണ്ടുവന്ന, അല്ലെങ്കിൽ യാബേഷ് ഗിലിയാദിൽ നിന്ന് ജീവനോടെ കൊണ്ടുവന്ന ആ കന്യകമാരെ അല്ലെങ്കിൽ സ്ത്രീകളെ അവർക്ക് ഭാര്യമാരായി കൊടുത്തു. പക്ഷെ എന്ത് സംഭവിച്ചു? എന്നിട്ടും അവർക്ക് തികഞ്ഞില്ല. 21:14 ബെഞ്ചമിൻ ഗോത്രക്കാർ തിരിച്ചു വന്നു. യാബേഷ് ഗിലിയാദിൽ നിന്ന് ജീവനോടെ രക്ഷിച്ച ആ സ്ത്രീകളെ അവർക്ക് ഭാര്യമാരായി കൊടുത്തു. എന്നാൽ എല്ലാവർക്കും തികഞ്ഞില്ല. 21:15 ഇസ്രായേൽ ഗോത്രങ്ങൾക്കിടയിൽ കർത്താവ് ഒരു വിടവ് സൃഷ്ടിച്ചതുകൊണ്ട് ജനത്തിന് ബെഞ്ചമിൻ വംശജരോട് അലിവ് തോന്നി. അപ്പോൾ എവിടെയാണ് കർത്താവ് വിടവ് സൃഷ്ടിച്ചത്? ഇസ്രായേൽ ഗോത്രങ്ങൾക്ക് ഇടയിൽ. ആരാ വിടവ് സൃഷ്ടിച്ചത്? കർത്താവ്. അപ്പം അതുകൊണ്ട് ആർക്കാണ് ബെഞ്ചമിൻ വംശജരോട് അലിവ് തോന്നിയത്? ജനത്തിന്. ഇസ്രായേൽ ജനമെന്നില്ല, ജനമെന്ന് മാത്രമേ ഉള്ളൂ. ജനത്തിന് ആരോട് അലിവ് തോന്നി? ബെഞ്ചമിൻ വംശജരോട് അലിവ് തോന്നി. 21:15 ഇസ്രായേൽ ഗോത്രങ്ങൾക്കിടയിൽ കർത്താവ് ഒരു വിടവ് സൃഷ്ടിച്ചതുകൊണ്ട് ജനത്തിന് ബെഞ്ചമിൻ വംശജരോട് അലിവ് തോന്നി. 21:16 അപ്പോൾ സമൂഹത്തിലെ ശ്രേഷ്ഠന്മാർ പറഞ്ഞു, ബാക്കിയുള്ളവർക്ക് കൂടി ഭാര്യമാരെ ലഭിക്കാൻ നാം എന്താണ് ചെയ്യുക? ബെഞ്ചമിൻ ഗോത്രത്തിൽ സ്ത്രീകൾ അറ്റുപോയല്ലോ. അപ്പോൾ ആരാണ് പറഞ്ഞത്? സമൂഹത്തിലെ ശ്രേഷ്ഠന്മാർ. സമൂഹത്തിലെ ആരാ പറഞ്ഞത്? ശ്രേഷ്ഠന്മാർ. എന്താ പറഞ്ഞത്? ബാക്കിയുള്ളവർക്ക് കൂടി ഭാര്യമാരെ ലഭിക്കാൻ നാം എന്താണ് ചെയ്യുക? ബെഞ്ചമിൻ ഗോത്രത്തിൽ സ്ത്രീകൾ അറ്റുപോയല്ലോ. അപ്പം ബാക്കിയുള്ളവർക്ക് കൂടി ആരെ ലഭിക്കണം? ഭാര്യമാരെ ലഭിക്കണം. അതുകൊണ്ട് എന്ത് ചെയ്യണം എന്ന് ചിന്തിക്കുകയാണ്. ആർക്കാണ്, എവിടെയാണ് സ്ത്രീകൾ അറ്റുപോയത്? അല്ലെങ്കിൽ ഏത് ഗോത്രത്തിലാണ് സ്ത്രീകൾ അറ്റുപോയത്? ബെഞ്ചമിൻ ഗോത്രത്തിൽ. 21:16 അപ്പോൾ സമൂഹത്തിലെ ശ്രേഷ്ഠന്മാർ പറഞ്ഞു, ബാക്കിയുള്ളവർക്ക് കൂടി ഭാര്യമാരെ ലഭിക്കാൻ നാം എന്താണ് ചെയ്യുക? ബെഞ്ചമിൻ ഗോത്രത്തിൽ സ്ത്രീകൾ അറ്റുപോയല്ലോ. 21:17 അവർ തുടർന്നു, ഇസ്രായേലിൽ ഒരു ഗോത്രം മൺമറഞ്ഞു പോകാതിരിക്കാൻ ബെഞ്ചമിൻ ഗോത്രത്തിൽ അവശേഷിച്ചിരിക്കുന്നവർക്ക് ഒരു അവകാശം വേണമല്ലോ. അപ്പം എന്തിനു വേണ്ടിയിട്ടാണ് ബെഞ്ചമിൻ ഗോത്രത്തിൽ അവശേഷിച്ചിരിക്കുന്നവർക്ക് ഒരു അവകാശം കൊടുക്കുന്നത്? ഇസ്രായേലിൽ ഒരു ഗോത്രം മൺമറഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇസ്രായേലിൽ ഒരു ഗോത്രം മൺമറഞ്ഞു പോകാതിരിക്കാൻ എന്ത് ചെയ്യണം? ബെഞ്ചമിൻ ഗോത്രത്തിൽ അവശേഷിച്ചിരിക്കുന്നവർക്ക് ഒരു അവകാശം വേണം. എവിടെ അവശേഷിച്ചിരിക്കുന്നവർക്കാണ് ഒരു അവകാശം വേണ്ടത്? ബെഞ്ചമിൻ ഗോത്രത്തിൽ. അപ്പോൾ 21:17 അവർ തുടർന്നു, ഇസ്രായേലിൽ ഒരു ഗോത്രം മൺമറഞ്ഞു പോകാതിരിക്കാൻ ബെഞ്ചമിൻ ഗോത്രത്തിൽ അവശേഷിച്ചിരുന്നവർക്ക് ഒരു അവകാശം വേണമല്ലോ. 21:18 എന്നാൽ നമ്മുടെ പുത്രിമാരെ അവർക്ക് ഭാര്യമായി നൽകുക സാധ്യമല്ല. കാരണം ബെഞ്ചമിൻ വംശജന് ഭാര്യ നൽകുന്നവർ ശപിക്കപ്പെട്ടവനായിരിക്കുമെന്ന് ഇസ്രായേൽ ജനം ശപഥം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവർക്ക് ഇസ്രായേലിലെ പുത്രിമാരെ ആരെയും ബെഞ്ചമിൻ വംശജന് ഭാര്യ നൽകാൻ പറ്റത്തില്ല. അതിന് കാരണം അവർ ശപഥം ചെയ്തിരിക്കുകയാണ്, ബെഞ്ചമിൻ വംശജന് ഭാര്യയായിട്ട് ആരെയും തങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയെയും നൽകുകയില്ല എന്ന് ഇസ്രായേൽ ജനം ശപഥം ചെയ്തു. അതുകൊണ്ട് അങ്ങനെ ചെയ്ത് ശപിക്കപ്പെട്ടവനായിരിക്കുമെന്ന ശപഥം ചെയ്തേക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളത് കൊണ്ട് അവർക്കാർക്ക് ബെഞ്ചമിൻ വംശജർക്ക് ഭാര്യമാരെ കൊടുക്കുവാനായിട്ട് സാധിക്കുകയില്ല. അതാണ് പ്രശ്നം. അപ്പം 21:18 എന്നാൽ നമ്മുടെ പുത്രിമാരെ അവർക്ക് ഭാര്യമാരെ നൽകുക സാധ്യമല്ല. കാരണം ബെഞ്ചമിൻ വംശജന് ഭാര്യയെ നൽകുന്നവൻ ശപിക്കപ്പെട്ടവനായിരിക്കുമെന്ന് ഇസ്രായേൽ ജനം ശപഥം ചെയ്തിട്ടുണ്ട്. 21:19 അവർ പറഞ്ഞു, ബേഥേലിന് വടക്കും ബേഥേലിൽ നിന്ന് ശെക്കേമിലേക്കുള്ള പെരുവഴിയുടെ കിഴക്കും ലെബോനായ്ക്ക് തെക്കും ഉള്ള ഷീലോയിൽ കർത്താവിൻ്റെ ഉത്സവം വർഷം തോറും ആഘോഷിക്കാറുണ്ടല്ലോ. അപ്പോൾ പല കാര്യങ്ങളാണ്. ഏത് സ്ഥലത്തിന് വടക്കാം? ബേഥേലിന് വടക്കും. പിന്നെ ബേഥേലിൽ നിന്ന് ശെക്കേമിലേക്കുള്ള പെരുവഴിയുടെ കിഴക്കും. ബേഥേലിന് വടക്കും, ബേഥേലിൽ നിന്നും ശെക്കേമിലേക്കുള്ള പെരുവഴിയുടെ കിഴക്കും. പിന്നെ ഒരു കാര്യം പറയുന്നുണ്ട്, ലെബോനായ്ക്ക് തെക്കുമുള്ള. ഷീലോയുടെ പ്രത്യേകതയാണ് പറയുന്നത്. ഷീലോ എവിടെയൊക്കെയാണ്? ഷീലോ ഏതൊക്കെ ദിക്കുകളിലാണ് പറയുന്നത്? ഷീലോ ബേഥേലിന് വടക്കാണ്, ബേഥേലിൽ നിന്ന് ശെക്കേമിലേക്കുള്ള പെരുവഴിയുടെ കിഴക്കാണ്, പിന്നെ ലെബോനായ്ക്ക് തെക്കാണ്. അവിടെയുള്ള ഷീലോയിൽ കർത്താവിൻ്റെ ഉത്സവം വർഷം തോറും ആഘോഷിക്കുകയാണ്. എപ്പോഴാണ് ആഘോഷിക്കുന്നത്? വർഷം തോറും. ആരുടെ ഉത്സവമാണ് ആഘോഷിക്കുന്നത്? കർത്താവിൻ്റെ ഉത്സവം. അവിടെ വർഷം തോറും ആഘോഷിക്കുന്നത് എന്താണ്? കർത്താവിൻ്റെ ഉത്സവം. അപ്പം കർത്താവിൻ്റെ ഉത്സവം ആഘോഷിക്കുന്ന കാര്യത്തെക്കുറിച്ച് പറയാം. എവിടെയാണ്? ഷീലോയിൽ. അപ്പം 21:19 അവർ പറഞ്ഞു, ബേഥേലിന് വടക്കും ബേഥേലിൽ നിന്ന് ശെക്കേമിലേക്കുള്ള പെരുവഴിയുടെ കിഴക്കും ലെബോനായ്ക്ക് തെക്കുമുള്ള ഷീലോയിൽ കർത്താവിൻ്റെ ഉത്സവം വർഷം തോറും ആഘോഷിക്കാറുണ്ട്. 21:20 ബെഞ്ചമിൻകാരോട് അവർ നിർദ്ദേശിച്ചു, നിങ്ങൾ പോയി മുന്തിരിത്തോട്ടങ്ങളിൽ പതിയിരിക്കുവിൻ. അപ്പം ബെഞ്ചമിൻകാരുടെ ഇസ്രായേൽക്കാർ എന്താണ് ഉപദേശിച്ചത്? നിങ്ങൾ പോയി മുന്തിരിത്തോട്ടങ്ങളിൽ പതിയിരിക്കുവിൻ. എവിടെ പോയി പതിയിരിക്കാനാണ് പറഞ്ഞത്? മുന്തിരിത്തോട്ടങ്ങളിൽ. ആരോടാണ്? ബെഞ്ചമിൻകാരോട്. അപ്പോൾ 21:20 ബെഞ്ചമിൻകാരോട് അവർ നിർദ്ദേശിച്ചു, നിങ്ങൾ പോയി മുന്തിരിത്തോട്ടങ്ങളിൽ പതിയിരിക്കുവിൻ. 21:21 ഷീലോയിലെ യുവതികൾ നൃത്തം ചെയ്യാൻ വരുന്നത് കാണുമ്പോൾ
മുന്തിരിത്തോട്ടത്തിൽ നിന്ന് പുറത്തു വന്ന് ഓരോരുത്തരും ഓരോ സ്ത്രീയെ പിടിച്ച് ഭാര്യയാക്കി ബെഞ്ചമിൻ ദേശത്തേക്ക് പോകുവിൻ. അപ്പോൾ എവിടെ നിന്ന് യുവതികളാണ് വരുന്നത് നൃത്തം ചെയ്യാൻ? ഷീലോയിലെ യുവതികളാണ് നൃത്തം ചെയ്യാൻ വരുന്നത്. ഷീലോയിലെ യുവതി എന്ത് ചെയ്യാനാണ് വരുന്നത്? നൃത്തം ചെയ്യാനായിട്ട് വരുമ്പോൾ എന്ത് ചെയ്യണം? അവർ മുന്തിരിത്തോട്ടത്തിൽ നിന്ന് പുറത്ത് വന്നിട്ട് ഓരോരുത്തർ ഓരോ സ്ത്രീയെ പിടിക്കണം, എന്നിട്ട് ഭാര്യയാക്കാനാണ് പറയുന്നത്. ബെഞ്ചമിൻ ഗോത്രക്കാരോട് പറയുകയാണ്. അപ്പോൾ ഷീലോയുടെ യുവതി നൃത്തം ചെയ്യാൻ വരുമ്പോൾ മുന്തിരിത്തോട്ടത്തിൽ നിന്ന് പുറത്ത് വന്നിട്ട് ഓരോരുത്തർ ഓരോ സ്ത്രീയെ ഭാര്യയാക്കിയിട്ട് ബെഞ്ചമിൻ ദേശത്തേക്ക് കൊണ്ടുപോകണം. 21 ഷീലോയിലെ യുവതികൾ നൃത്തം ചെയ്യാൻ വരുന്നത് കാണുമ്പോൾ മുന്തിരിത്തോട്ടത്തിൽ നിന്ന് പുറത്ത് വന്ന് ഓരോരുത്തരും ഓരോ സ്ത്രീയെ പിടിച്ച് ഭാര്യയാക്കി ബെഞ്ചമിൻ ദേശത്തേക്ക് പോകുവേൻ. 21-22 അവരുടെ പിതാക്കന്മാരോ സഹോദരന്മാരോ പരാതിയുമായി ഞങ്ങളെ സമീപിച്ചാൽ ഞങ്ങൾ അവരോട് ഇങ്ങനെ സമാധാനം പറഞ്ഞുകൊള്ളാം. അവരോട് ക്ഷമിക്കുവാൻ യുദ്ധത്തിൽ ഞങ്ങൾ അവർക്കായി സ്ത്രീകളെ കൈവശപ്പെടുത്തിയില്ല, നിങ്ങൾ അവർക്ക് കൊടുത്തതുമില്ല. കൊടുത്തിരുന്നെങ്കിൽ നിങ്ങൾ കുറ്റക്കാരാകുമായിരുന്നു. അന്നേരം ആരൊക്കെയാണ് ഈ പരാതിയിൽ സമീപിക്കാൻ സാധ്യതയുള്ളത്? പിതാക്കന്മാരോ സഹോദരന്മാരോ. അപ്പോൾ ആര് സമാധാനം പറയും? ഇസ്രായേൽക്കാർ സമാധാനം പറയും. എന്താ സമാധാനം പറയുന്നത്? അവർ ക്ഷമിക്കാൻ പറയും. പിന്നെ പറയും യുദ്ധത്തിൽ ഞങ്ങൾ അവർക്കായി സ്ത്രീകളെ കൈവശപ്പെടുത്തിയില്ല. അവർക്കായിട്ട് യുദ്ധത്തിൽ സ്ത്രീകളെ ഒന്നും കൈവശപ്പെടുത്താത്തത് കൊണ്ട് അവർ കൊടുക്കാത്തത് കൊണ്ടും ഇപ്പം കുറ്റക്കാരാകല കൊടുത്തിരുന്നെങ്കിൽ നിങ്ങൾ കുറ്റക്കാരാകുമായിരുന്നു എന്നാണ് അവർ പറയുന്നത്. അപ്പം 21-22 അവരുടെ പിതാക്കന്മാരോ സഹോദരന്മാരോ പരാതിയുമായി ഞങ്ങളെ സമീപിച്ചാൽ ഞങ്ങൾ അവരോട് ഇങ്ങനെ സമാധാനം പറഞ്ഞുകൊള്ളാം. അവരോട് ക്ഷമിക്കുവിൻ. യുദ്ധത്തിൽ ഞങ്ങൾ അവർക്കായി സ്ത്രീകളെ കൈവശപ്പെടുത്തിയില്ല, നിങ്ങൾ അവർക്ക് കൊടുത്തതുമില്ല. കൊടുത്തിരുന്നെങ്കിൽ നിങ്ങൾ കുറ്റക്കാരാകുമായിരുന്നു. 21-23 ബെഞ്ചമിൻ ഗോത്രജർ തങ്ങളുടെ എണ്ണത്തിനനുസരിച്ച് ഭാര്യമാരെ നൃത്തം ചെയ്യാൻ വന്ന യുവതികളിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോയി. തങ്ങൾക്ക് അവകാശമായി ലഭിച്ച സ്ഥലത്ത് മടങ്ങി ചെന്ന് പട്ടണം പുതുക്കി അവർ അവിടെ വസിച്ചു. അപ്പോൾ ബെഞ്ചമിൻ ഗോത്രജർ തങ്ങളുടെ എണ്ണത്തിനനുസരിച്ച് ആരെയാണ് ഭാര്യമാരായിട്ട് സ്വീകരിച്ചത്? നൃത്തം ചെയ്യാൻ വന്ന യുവതികളിൽ നിന്നും ഭാര്യമാരായിട്ട് അവരെ സ്വീകരിച്ചുകൊണ്ട് അവരുടെ ദേശത്തേക്ക് പോയി. എന്ന് പറഞ്ഞാൽ അവർക്ക് അവകാശമായി ലഭിച്ച ആ സ്ഥലത്ത് പട്ടണം പുതുക്കി പണിത് അവരവിടെ താമസിച്ചു. ബെഞ്ചമിൻ ഗോത്രജർ തങ്ങളുടെ എത്ര എണ്ണത്തിനനുസരിച്ച് ഭാര്യമാരെ നൃത്തം ചെയ്യാൻ വന്ന യുവതികളിൽ നിന്ന് പിടിച്ചുകൊണ്ട് പോയിട്ട് എന്ത് ചെയ്തു? അവർക്ക് അവകാശമായി ലഭിച്ച സ്ഥലത്ത് മടങ്ങി ചെന്നിട്ട് അവിടെ പട്ടണമൊക്കെ പുതുക്കി പണിത് അവിടെ താമസിക്കുകയാണ്. അപ്പോൾ 21-23 ബെഞ്ചമിൻ ഗോത്രജർ തങ്ങളുടെ എണ്ണത്തിനനുസരിച്ച് ഭാര്യമാരെ നൃത്തം ചെയ്യാൻ വന്ന യുവതികളിൽ നിന്ന് പിടിച്ചുകൊണ്ട് പോയി. തങ്ങൾക്ക് അവകാശമായി ലഭിച്ച സ്ഥലത്ത് മടങ്ങി ചെന്ന് പട്ടണം പുതുക്കി അവർ അവിടെ വസിച്ചു. 21-24 ഇസ്രായേൽ ജനം അവിടെ നിന്ന് മടങ്ങി ഓരോരുത്തരും തങ്ങളുടെ ഗോത്രത്തിലേക്കും ഭവനത്തേക്കും അവകാശ ഭൂമിയിലേക്കും പോയി. അപ്പം ഓരോരുത്തരും ഈ സംഭവത്തിന് ശേഷം അവിടെ നിന്ന് ഇസ്രായേൽ ജനം എല്ലാം മടങ്ങിയാണ്. ഓരോരുത്തർ എങ്ങോട്ടാണ് പോയത്? തങ്ങളുടെ ഗോത്രത്തിലേക്കും ഭവനത്തിലേക്കും അവകാശ ഭൂമിയിലേക്കും ഒക്കെ ആയിട്ട് അവർ പോയി. അപ്പോൾ 21-24 ഇസ്രായേൽ ജനം അവിടെ നിന്ന് മടങ്ങി ഓരോരുത്തരും തങ്ങളുടെ ഗോത്രത്തിലേക്കും ഭവനത്തിലേക്കും അവകാശ ഭൂമിയിലേക്കും പോയി. 21-25 ആ കാലത്ത് ഇസ്രായേലി രാജാവില്ലായിരുന്നു. ഓരോരുത്തരും തങ്ങൾക്ക് യുക്തമെന്ന് തോന്നിയത് ചെയ്തിരുന്നു. അപ്പോൾ ആ കാലത്ത് ഇസ്രായേൽ രാജാവൊന്നും ഇല്ലാത്ത സമയമായിരുന്നു. ഓരോരുത്തരും തങ്ങൾക്ക് യുദ്ധമെന്ന് തോന്നിയതാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതാണ് പറയുന്നത്. ആ കാലത്ത് ഇസ്രായേലി രാജാവില്ലായിരുന്നു. ഓരോരുത്തരും തനിക്ക് യുക്തമെന്ന് തോന്നിയത് ചെയ്തിരുന്നു. ഇത്രയാണ് 21 അധ്യായം എന്ന് പറയുന്നത്. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരും വചനഭാഗം വായിച്ച് ഹൃദിസ്ഥമാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരും ദൈവം ഒത്തിരി അനുഗ്രഹിക്കട്ടെ. നന്ദി.